ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43-ാം തിരുവചനം. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. മറുരൂപമലയിൽ നിന്നും ഇറങ്ങി വന്ന യേശുവിനെ സ്വീകരിച്ച ആ വലിയ ജനക്കൂട്ടം ഒരു വലിയ അടയാളത്തിന് സാക്ഷികളായി ദൈവത്തിൻ്റെ മഹത്തായ ശക്തി നേരിൽ കണ്ട് അത്ഭുതത്തിലിരിക്കുന്ന സമയം ഒരപ്പൻ്റെ ദയനീയമായ സ്വരം കേട്ട് ആ അപ്പൻ്റെ ഏക മകനെ ഞെരുക്കിയിരുന്ന മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പിശാചിനെ ആ ബാലനിൽ നിന്നും ശാസിച്ച് പുറത്താക്കി ആ ബാലന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിൽ ദൃക്സാക്ഷികളാകുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ ജനക്കൂട്ടം. അവർ യേശുവിനെ നന്ദി കരേറ്റുന്ന സമയം, യേശുവിനെ കൂടുതൽ ഭയഭക്തിയോടെ നോക്കുന്ന സമയം, യേശുവിലൂടെ ദൈവത്തിൻ്റെ അധികാരവും മഹത്വവും മനസ്സിലാക്കുന്ന ജനങ്ങൾ. പിതാവാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന സാക്ഷാൽ ദൈവപുത്രൻ തന്നിലൂടെ വിശുദ്ധ തൃത്വത്തിൻ്റെ ശക്തി അന്ന് അവിടെ കൂടി വന്ന ജനങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയം. ഇന്ന് നാം ഓരോരുത്തർക്കും ആ ജനക്കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളായി അവർ അനുഭവിച്ച ദൈവശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കാം, സന്തോഷിക്കാം. ആ ദൈവശക്തിക്ക് നമ്മുടെ ജീവിതം പരിപൂർണമായും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നാം പരാജയപ്പെട്ടു പോകുന്ന വേളകളിൽ, പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മെ കീഴടക്കുന്നത് പോലെ തോന്നുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം ആ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഒരാളായി മാറി അന്നും ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ ശക്തി എൻ്റെ ഭയങ്ങളെ മാറ്റി എൻ്റെ ബന്ധനങ്ങളെ തകർത്ത് ഒരു പുതിയ ജീവിതം തരുവാൻ കർത്താവേ, ഞങ്ങളെ നിൻ്റെ അത്ഭുതങ്ങൾ കേൾക്കുന്നവരും വായിക്കുന്നവരും മാത്രമാക്കി തീർക്കാതെ അന്നും ഇന്നും നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായും ജീവിക്കുന്ന സാക്ഷികളായും ഞങ്ങളെ ഓരോരുത്തരെയും ആക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.